പ്രിയമുള്ളവരെ, മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി രൂപം കൊണ്ടിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കൊച്ചിയിലെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ക്യാൻസർ രോഗികളെ അവരുടെ ചികിത്സാ സഹായങ്ങളും ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സുകളും ഈ രംഗത്തുള്ള മറ്റുള്ളവരെല്ലാവരെയും ഇതിൻ്റെ ഭാഗമായി സഹായിക്കുന്ന വലിയൊരു സമീപനമാണ് മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി സ്വീകരിച്ചു വരുന്നത്. സംസു യാക്കൂബിൻ്റെയും ഷഹീർ അലിയുടെയും നേതൃത്വത്തിലാണ് ഇത് രൂപം കൊടുത്തത്. 10 വർഷം പിന്നിടുന്ന മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി നമ്മുടെ കൊച്ചിക്ക് സംബന്ധിച്ചിടത്തോളം ക്യാൻസർ രോഗികൾക്കും അതുപോലുള്ളവർക്കെല്ലാം വളരെ ആശ്വാസം പകരുന്ന ഒരു സംവിധാനമാണ്. ഇതിൻ്റെ പ്രവർത്തനം ഏറെ പ്രയോജനകരമാണ്. ഞാൻ പലപ്പോഴും ഇവിടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, ഇവിടെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ഇത് 2013 ആദ്യമായിട്ട് ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഓരോ വർഷവും സമൂഹത്തിലെ വിവിധ മേഖല ആൾക്കാരിൽ പങ്കെടുക്കാറുണ്ട്. ഇത് 10 വർഷം പിന്നിടുന്ന ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വിവിധതരം സംസ്കാരങ്ങളിൽ സമ്പൽ സമൃദ്ധമായ നമ്മുടെ പശ്ചിമ കൊച്ചിയിൽ ദിനംപ്രതി ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആരോഗ്യപ്രദമല്ലാത്തതും ഗുണനിലവാരം ഇല്ലാത്തതുമായ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഹോട്ടൽ, ബേക്കറി, റെസ്റ്റോറൻറ്റ്, തട്ടുകടകളിലെ ഭക്ഷണങ്ങൾ. ഈ ഭക്ഷണങ്ങളിലെല്ലാം പാചകം ചെയ്യാൻ ഇവർ ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് മൂലം അതിലെ നല്ല ഘടകങ്ങൾ പോയി പകരം വിഷം അടങ്ങിയ എണ്ണയായി മാറുന്നു. ഇങ്ങനെയുള്ള വിഷം അടങ്ങിയ എണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ആഹാരങ്ങൾ മനുഷ്യനെ മാരകമായ ക്യാൻസർ രോഗത്തിലേക്ക് തള്ളിവിടുന്നു. കൂടാതെ രാത്രികാലങ്ങളിൽ വൈകിയുള്ള അമിതമായ ഭക്ഷണക്രമങ്ങൾ കുഴിമന്തി, അൽഫാം, ഷവർമ, പൊറോട്ട, ബീഫ് രാത്രിയിലെ നല്ല ഉറക്കത്തിനെ ഇല്ലാതാക്കുന്നു. ഇത് മുഖേന ദഹനേന്ദ്രിയം താറുമാറാകുന്നു. ഉദരരോഗങ്ങൾ കൂടാതെ മലാശയ ക്യാൻസർ ബാധിച്ചവരുടെ എണ്ണം ദിനം പ്രതി പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇത് തികച്ചും വേദനാജനകമാണ്. ആരോഗ്യ ബോധന രംഗത്ത്, പ്രത്യേകിച്ചും ക്യാൻസർ ബോധന രംഗത്ത് എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ റിസൾട്ടുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആരോഗ്യ പരിചരണ രംഗത്ത് പലപ്പോഴും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് പശ്ചിമ കൊച്ചി എന്ന് പറയുന്ന പ്രദേശം, കൊച്ചിയുടെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും അവിടെ പരിമിതമായ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് അവിടെ ഉള്ളത്. പക്ഷേ അവിടെ മഹത്തായ ചില നേട്ടങ്ങളിലേക്ക് ചൂടുവയ്ക്കാൻ കാരണക്കാരായ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്നതാണ് മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി. നിരന്തരമായ ആരോഗ്യ ബോധന പരിപാടികളാണ് അവിടെ നടത്തി വരുന്നത്. അത് വലിയ നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ആ രംഗത്തുണ്ടായിരുന്ന ഒരു വലിയ വിടവ് നികത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി. ഈ കൂട്ടായ ശ്രമം മഹത്തായ ലക്ഷ്യമെന്നുള്ള മുദ്രാവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. പുകവലി, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ വിവിധ തരത്തിലുള്ള ക്യാൻസറിന് കാരണമാകുന്നു. നമ്മൾ ജാഗ്രത പാലിക്കേണ്ട സമയം അതിക്രമിച്ചു. വീണ്ടും പറയുകയാണ്, ജാഗ്രത പാലിക്കുക. നല്ല ഭക്ഷണം, ശുദ്ധജലം, വ്യായാമം ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഉറപ്പുവരുത്തുക. ഇത് നമുക്കും വരും തലമുറയ്ക്കും തണലേകും. ഞാൻ ഈ ഓഫീസിൽ മട്ടാഞ്ചേരി പോസ്റ്റ് ഓഫീസിൽ ജോയിൻ ചെയ്ത ആ സമയം തുടങ്ങി മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി വരികയാണ്.
എല്ലാ മാസവും 5-ാം തീയതിക്കകം ക്യാൻസർ രോഗം മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ധനസഹായം മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി ഈ മണി ഓർഡർ വഴി നൽകി വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമായിട്ടാണ് മനസ്സിലാക്കി വരുന്നത്. ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായി അനുഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സഹായം ക്യാൻസർ സൊസൈറ്റി നൽകുന്നു എന്നുള്ളത് തികച്ചും പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഇവിടെ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്നും മണി ഓർഡർ വഴിയാണ് ഇത്തരത്തിലുള്ള ചികിത്സാ സഹായങ്ങൾ എല്ലാ മാസവും 5-ാം തീയതിക്കകം അവർ അയക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ മണി ഓർഡറുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ആർക്കാണോ എത്തേണ്ടത് അവരുടെ കാര്യങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റിയുടെ ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, ഇത്രയും നാൾ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാവിധ പ്രശംസയും അർഹിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റിയുടെ പ്രയാണത്തിൽ അവരുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിച്ച് അവർക്ക് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് മട്ടാഞ്ചേരി പോസ്റ്റ് ഓഫീസിൻ്റെ പേരിലും സ്റ്റാഫിൻ്റെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. നമസ്കാരം. പശ്ചിമ കൊച്ചിയിലെ മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി എന്ന സംഘടന കാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ എന്ന മാരക രോഗം ബാധിച്ചവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സയും ആശ്വാസവും നൽകി സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഇവരെ ക്യാൻസർ സൊസൈറ്റി ചേർത്ത് പിടിക്കുന്നത്. ഇവരുടെ പ്രവർത്തനത്തിന് നമുക്ക് പിന്തുണയേകണം. പശ്ചിമ കൊച്ചിയുടെ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി. നമുക്ക് ഈ രോഗം നാളെ വരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിലും ഭക്ഷണത്തിലും ജീവിതക്രമത്തിലുമൊക്കെ മാറ്റം വരുത്തി മികച്ച ഒരു തലമുറയെ വാർത്തെടുക്കാനും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും പശ്ചിമ കൊച്ചി ക്യാൻസർ സൊസൈറ്റിയുടെ പ്രവർത്തകരോടൊപ്പം നമുക്കും പങ്കുചേരാം. ഈ കാരുണ്യ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മട്ടാഞ്ചേരിയിലെ ക്യാൻസർ സൊസൈറ്റി എന്ന സംഘടന കാരുണ്യ പ്രവർത്തനത്തിലൂടെ 11ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. രോഗികൾക്ക് ചികിത്സാ സഹായവും സാമ്പത്തിക സഹായവും നൽകി വളരെ സുതാര്യമായി ജനങ്ങൾക്കിടയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഈ കാരുണ്യ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ എല്ലാവരും സഹകരിക്കുക. പ്രത്യേകിച്ചും സാമ്പത്തികമായി സഹകരിക്കാൻ മുൻപോട്ട് വരിക. അത് കൂടുതൽ രോഗികളിലേക്ക് തണലേകും. നാളെ നിങ്ങളുടെ കാരുണ്യ പ്രവർത്തനം നിങ്ങൾക്കും തണലേകും.